വാട്ടേറ്റിനിടെ നോക്കിയാലോ. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നുണ്ടായിരുന്ന പൂരിയും കിഴങ്ങറിയായിരുന്നേ. 11:30 വിശപ്പ് സഹിക്കാനാത്തൊരു പപ്സും കൂടി വാങ്ങി കഴിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ കൂട്ടത്തിലും കാണുമല്ലോ ഇതുപോലെ ഒരു മുസ്ലിം ഫ്രണ്ട്. വെയിലത്ത് കൊട എടുക്കാണ്ട് പോയിട്ട് അവളെ തട്ടെടുത്തിട്ടാണ് മറിച്ച് ഞങ്ങൾ പോകുന്നത് ഫുഡ് കഴിക്കാനായിട്ട്. ഇതിലൊക്കെ കൊണ്ട് കഷ്ടപ്പെട്ട് അവിടെ ചെന്നപ്പോഴേക്കും അവിടെ ചോറും ഇല്ല, കറിയില്ല, ഒന്നുമില്ല. കുറച്ച് പച്ചരി ചോറും പിന്നെ കുറച്ച് മാത്രം കറി കിട്ടി. പിന്നെ മോരുകറിയൊന്നും പാത്രത്തിൽ കാണാൻ കൂടിയില്ല. ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചെങ്കിലും ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചോറിൽ ഞാൻ ഒട്ടും ഹാപ്പി അല്ലായിരുന്നേ. പക്ഷെ എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് വേറൊരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ബർത്ത്ഡേ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ക്രീം കേക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് ഹോസ്റ്റലിൽ പതിവ് പോലെ ചായ വന്നിട്ടുണ്ടായിരുന്നു. കൂടെ സ്നാക്സിനുണ്ടായിരുന്ന കേക്ക് ആയിരുന്നേ. അത്ര ഇന്ന് ഡിന്നറിനുണ്ടായിരുന്ന ചപ്പാത്തിയും ചിക്കൻ കറി ആയിരുന്നു. ചിക്കൻ കറി ഉള്ള ദിവസം നമ്മൾ പുട്ടുണ്ടാക്കാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ട് കെറ്റിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ സക്സസ് ആവും അറിയത്തില്ലായിരുന്നു. പക്ഷെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പുട്ട് കണ്ടപ്പോൾ പഴം കൂട്ടി കഴിക്കാൻ തോന്നി. അങ്ങനെ ഒരുത്തി പഴം വാങ്ങി വന്ന വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് പുറത്തേക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ കൈ പഴമൊക്കെ കിട്ടിയിട്ടുണ്ട്. പുട്ടും പഴവും കൂട്ടി കഴിച്ചപ്പോൾ ചിക്കൻ കറിയൊക്കെ അങ്ങ് സൈഡിലേക്ക് മാറ്റി വെച്ചു. ഒന്നും പറയാനില്ല, പുട്ടും പഴവും തന്നെയായിരുന്നു കേട്ടോ അടിപൊളി. അതിന്റെ കൂടെ കുറെ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വീട്ടിൽ പോയി കഴിക്കുന്ന ഒരു ഫീലൊക്കെ ആയിരുന്നു. അപ്പൊ ഇത്രയൊക്കെയുള്ള എന്റെ ഒരു കുട്ടി വാട്ടേറ്റിനിടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ.